പ്രാർത്ഥിച്ചു തീരും മുൻപേ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്, യേശുക്രിസ്തു. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ കർത്താവ് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം നൊന്ത് നീ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഉടൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചങ്ക് പൊട്ടി ചങ്കിൻ്റെ അകത്തു നിന്നൊരു കരച്ചിലുണ്ട്, ഒരു നിലവിളിയുണ്ട്. ഒറ്റ വിളി മതി, ഉടൻ ആൻസർ കർത്താവ് തരും. നമ്മുടെ കണ്ണുനീരിന് മുൻപിൽ കർത്താവ് തോറ്റുപോകും. കർത്താവ് തോറ്റുപോകുന്നത് നമ്മുടെ കരച്ചിൻ്റെ മുൻപിലാണ്. നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ പിതാവ് എപ്പോഴാണ് തോറ്റുപോകുന്നത്? നമ്മൾ കരയുമ്പോഴാണ്. നമ്മൾ മക്കളാണ്. നമ്മുടെയൊക്കെ മക്കൾ കരഞ്ഞാൽ നമുക്ക് വിഷമല്ലേ? അല്ലേ? അതെ, നമുക്കതിന് സങ്കടമായി നമ്മുടെ മക്കൾ കരഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ കർത്താവിന് പിന്നെ വിഷമമാണ്. പിന്നെ കർത്താവ് മറുപടി നൽകും. അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ തിങ്ങി നിറഞ്ഞുള്ള വേദനയിൽ നിന്നുള്ള ആ കരച്ചിൽ, അത് വല്ലാത്തൊരു കരച്ചിലാണ്. ആ കരച്ചിലിന് ഈശോയ്ക്ക് മറുപടി തരാനായിട്ട് പറ്റും. ഈശോ മറുപടി നൽകും. ഒട്ടും താമസിക്കത്തില്ല. ഉടൻ ഉത്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രമിച്ചു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. 15 വർഷം കൂടെ നിനക്ക് ഞാൻ ആയുസ് നൽകുന്നു. ഹല്ലേലൂയ. മരിക്കാൻ കിടന്ന ഹെസക്കിയാ രാജാവ് സൗഖ്യം പ്രാപിക്കുക. 15 വർഷം കൂടി ദീർഘായുസ് കർത്താവ് കൊടുത്തു. അങ്ങനെ വീണ്ടും രാജ്യം ഭരിക്കുന്ന രാജാവിനെ നമ്മൾ അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം എല്ലാം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ? വിശ്വാസത്തിലൂടെ. എങ്ങനെയാണ്? വിശ്വാസം. വേറെ ഒരു വഴിയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി. ഫെയ്ത്ത്, വിശ്വസിക്കുക. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ശുഭകരമായ ഭാവിയും നന്മ നിറഞ്ഞ പദ്ധതിയുമാണ് നമ്മെക്കുറിച്ചുള്ളത്. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതി എന്ന് പറഞ്ഞത് അത് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പദ്ധതികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദോഷം വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതി അത് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഒക്കെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. വചനം പറയുന്നില്ലേ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, പിന്നെയോ നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിന്റെ ഉയർച്ചയ്ക്കുള്ള പദ്ധതി, നിന്റെ അനുഗ്രഹത്തിനുള്ള പദ്ധതിയാ എൻ്റെ മനസ്സിലുള്ളത്. ആ പദ്ധതി ഞാൻ നടപ്പാക്കാൻ പോകുകയാണ്. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി ഞാൻ നടപ്പാക്കും. ഹല്ലേലൂയ. ആ പദ്ധതി അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാ. ദൈവത്തിൻ്റെ മനസ്സുള്ള പദ്ധതി നിന്നെക്കുറിച്ചുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാ. നിന്റെ കുടുംബത്തെ തകർത്തു കളയുന്ന പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ ഇല്ല. നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്ര കുഴപ്പക്കാരനാണെങ്കിലും നിന്നെ തകർക്കാനുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ ഇല്ല. അത്രമാത്രം ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് നിന്നെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദൈവ പൈതലിനെയും ദൈവം
അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ പദ്ധതികളും അനുഗ്രഹമാക്കാനാ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തെ വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12 നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം വിളിക്കുകയാണ്. കർത്താവ് അബ്രാഹാമിനോട് അരുളിച്ചെയ്തു. 1 മുതൽ 3 വരെ വചനങ്ങൾ. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. കേട്ടോ, അവിടെ പറയാ, ദേശത്തെ ബന്ധുക്കളെ പിതൃഭവനത്തെ എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. ഉൽപ്പത്തി 12:2. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. ഇത് അബ്രാഹത്തിന് മാത്രമുള്ള വാഗ്ദത്തമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വാഗ്ദത്തമാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവ് പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ, കർത്താവ് പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പുറത്തും ഇപ്പുറത്തുള്ള പറഞ്ഞേ, കർത്താവ് പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹഗ്ഗായി 2:19 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമായത്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ, ഈ വചനം കേൾക്കുന്ന നിമിഷം മുതൽ നീയും നിന്റെ തലമുറകളും അനുഗ്രഹത്തിന്റെ സോണിലേക്ക് കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിങ്ങളെ ഈ ധ്യാനത്തിൽ കൊണ്ടുവന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയാ. എല്ലാ നന്മകളും വാരി വിതറി നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ യേശു നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമെത്തി പിടിച്ചു പറഞ്ഞേ, ഞാൻ ഒരു അനുഗ്രഹമാണ്. ഒച്ചത്തി പറ, ഞാൻ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരു അനുഗ്രഹമാണ്. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അബ്രാഹാം ദൈവത്തിന്റെ വാക്കുകേട്ട് സ്വന്തം ദേശത്തെ, പിതൃഭവനത്തെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും വിട്ടു. ദൈവത്തിന്റെ വാക്കുകേട്ട് എല്ലാവരെയും വിട്ട് അബ്രാഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. അബ്രാഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അബ്രാഹത്തിന്റെ ഭാര്യ സാറ കൂടെയുണ്ട്. ഒന്നുമില്ലാത്തവനായിട്ട് അബ്രാഹാം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം വിളിച്ചു. ശൂന്യമായ കരങ്ങളോടെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രാഹാം ഇറങ്ങിത്തിരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ദൈവം അനുഗ്രഹിച്ചവരെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം ഒരാളെ ഉയർത്തിയാൽ ആ വ്യക്തിയുടെ കാലെ പിടിച്ച് വലിച്ചു താഴെയിടാൻ നോക്കിയാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ഉയർത്തിയാൽ ഉയർത്തിയതാണ്. ദൈവം താഴ്ത്തിയാൽ താഴ്ത്തിയതാണ്. ദൈവം താഴ്ത്തിയാൽ താഴ്ത്തിയതാണ്. ഉയർത്തിയാൽ ഉയർത്തിയതാണ്. ദൈവം
അബ്രാഹത്തെ അനുഗ്രഹിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ച് 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 സമ്പന്നനാക്കി. അബ്രാഹത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സങ്കടം ഒരു കുഞ്ഞില്ലെന്നുള്ള സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലെ ഏറ്റവും വലിയ വിഷമായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചു. ദൈവം വാഗ്ദത്തം കൊടുത്തു, നിനക്ക് ഞാൻ ഒരു മകനെ തരും. 75 വയസ്സുള്ളപ്പോൾ വാഗ്ദത്തം കൊടുത്തു. 100ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതൊരു സഹനമായിരുന്നു, മനസ്സൊരു വിഷമായിരുന്നു, ഒരു കുഞ്ഞില്ലാത്ത വിഷമം. സാറായും ഒത്തിരി ഹൃദയത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അബ്രാഹത്തിന്റെ ജീവിതത്തിലും സഹനങ്ങളും നൊമ്പരങ്ങളും മനോവിഷമങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മാത്രം വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു. അബ്രാഹത്തിൻ്റെ കൂടെ അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങൾ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേമിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വചനം, അബ്രാഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അബ്രാഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗേബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നു അബ്രാഹാം സമ്പന്നനായിരുന്നു. പണ്ടുകാലത്തെ സമ്പന്നതയുടെ ഒരു അടയാളമാണ്. എത്ര പശുവുണ്ട്, എത്ര ആടുണ്ട്, ആടുമാടുകളുടെ ഒരു വലിയ ഗണം അബ്രാഹത്തിനുണ്ടായിരുന്നു. അതായിരുന്നു ആ കാലഘട്ടത്തിലെ സമ്പന്നതയുടെ അടയാളം. അതുകൂടാതെ അബ്രാഹത്തിന് സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അപ്പം അബ്രാഹാം ഒരു ദരിദ്രൻ ആയിരുന്നില്ല. ദൈവം പേർ ചൊല്ലി വിളിച്ച അബ്രാഹാമിനെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. കന്നുകാലികളും ആട്ടിൻകൂട്ടവും എല്ലാം സ്വർണവും വെള്ളിയും എല്ലാം അബ്രാഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന അബ്രാഹാം ചെയ്ത ഒരു പ്രവൃത്തി നമ്മളിവിടെ കണ്ടു. ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്. ഇതൊക്കെയുള്ള അബ്രാം ദൈവത്തിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവിനെ ആരാധിച്ചു. ഇന്ന് പലരും കർത്താവിനെ ആരാധിക്കാൻ ധ്യാനം കൂടാൻ എപ്പോഴാണ് വരുന്നത്? ഏതെങ്കിലും വിധത്തിൽ കാശൊക്കെ നഷ്ടപ്പെട്ടു, ബിസിനസ്സിൽ പൊളിഞ്ഞു, ജോലി പൊളിഞ്ഞു, ജോലി കിട്ടുന്നില്ല, മൊത്തം ഒരു പരുവാകുമ്പോൾ ധ്യാനം കൂടാൻ വരും. ശരിയാണോ? ആണോ? അത് ഒരു പരുവം ആയിക്കഴിഞ്ഞാലേ കർത്താവിനെ തേടുള്ളൂ. ഇതേ അബ്രാം പിതാവ് സമ്പത്തുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഇഷ്ടംപോലെ ആടുമാടുകളുണ്ട്. കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. ബലിപീഠം പണിതു, കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. അപ്പൊ സമ്പത്തുള്ള കാലത്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, സഹനമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കുവാൻ നമ്മൾ പഠിക്കണം. അവരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ഹല്ലേലൂയ.